കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് മാർത്താണ്ഡവർമ്മയായി മോഹൻലാൽ എത്തിയാൽ എങ്ങനെയിരിക്കും എന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വൈറലായി മാറിയത്. ഇത് വന്നപ്പോൾ ഗംഭീരമായൊരു എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് ലഭിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ മോഹൻലാലിനെ ഇങ്ങനൊരു വേഷത്തിൽ കാണാൻ കഴിഞ്ഞാൽ ഗംഭീരമാകും എന്ന് പറയുന്ന അവസരത്തിൽ രണ്ടാം ഊഴത്തിലേക്കാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത്. മോഹൻലാലിന് ചരിത്ര കഥാപാത്രങ്ങൾ ചേരില്ല എന്ന് അപ്രഖ്യാപിതമായ ഒരു വാക്ക് പ്രേക്ഷകരുടെ ഇടയിൽ എപ്പോഴും വരാറുള്ള കാര്യമാണ്. മോഹൻലാലിന്റെ ചരിത്ര കഥാപാത്രങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ടാണ് ഇങ്ങനൊരു വാക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. വലിയ നിരൂപക പ്രശംസയോ അങ്ങനെ വലിയ ഹിറ്റായ ചരിത്ര കഥാപാത്രങ്ങൾ മോഹൻലാലിന് കുറവാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഇങ്ങനൊരു കഥാപാത്രത്തിൽ എത്തുമ്പോൾ സംവിധായകർ. എന്നാൽ രണ്ടാം മൂഴം പോലൊരു ചിത്രത്തിൽ മോഹൻലാൽ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് ഈ നോവൽ വായിച്ചിട്ടുള്ളവർ എടുത്തു പറയുന്നതിന് കാരണവും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നോക്കിയാൽ മനസ്സിലാക്കാനും കഴിയും. കാരണം രണ്ടാം മൂഴത്തിൽ മോഹൻലാലിന് മാത്രം അഭിനയിച്ച് വലിപ്പിക്കാൻ കഴിയുന്ന പല മുഹൂർത്തങ്ങളുമുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ മാസ് ആക്ഷൻ കഥാപാത്രത്തെ യിലൂടെ സൃഷ്ടിച്ചപ്പോൾ അതുകൂടി കണ്ടു നോക്കാൻ അവർ പറയുന്നത്. ഇതിലെ കുറെ മാസ് സീനുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് കേട്ടപ്പോൾ മോഹൻലാൽ ആ വേഷത്തിൽ കാണാൻ ഭയങ്കര കൊതിയാവുന്നു എന്നാണ് പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞത്. ശരിക്കും രോമാഞ്ചം വന്നുപോയി. രണ്ടാം ഊഴത്തിലെ ആ മാസ് രംഗങ്ങൾ എന്താണെന്ന് അറിയാത്തവർക്ക് വളരെ സിമ്പിളായി ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകുമെന്നും പ്രേക്ഷകർ പറയുകയുണ്ടായി. സത്യം പറഞ്ഞാൽ രണ്ടാം ഊഴം വെറും മാസ് അല്ല, അതൊരു ക്ലാസ് ആണ്. നിങ്ങൾ രണ്ടാം ഊഴം വായിച്ചിട്ടില്ലെങ്കിലും അതിന്റെ കഥയിലെ ബെസ്റ്റ് സീനുകളും മാസ് എലമെന്റ്സും അറിയാതെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, മികച്ച എക്സ്പീരിയൻസ് ആകും എന്നതാണ് മാർത്താണ്ഡവർമ്മയെ മോഹൻലാൽ എത്തിയാൽ എങ്ങനെയിരിക്കും എന്നൊരു വീഡിയോ വന്നപ്പോൾ അവർ പറഞ്ഞത്. എന്നാൽ അതിനുശേഷം സാക്ഷാൽ രണ്ടാം ഊഴത്തിൽ മോഹൻലാൽ എത്തിയാൽ എങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് യിലൂടെ മറ്റൊരു വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഒരു സിനിമ നമ്മൾ ആരംഭിക്കുമ്പോൾ കൺസെപ്റ്റ് ആർട്ടുകൾ നമ്മൾ തയ്യാറാക്കാറുണ്ട്. ആ നായകൻ ആ വേഷത്തിലെത്തിയാൽ എങ്ങനെ ഉണ്ടാകും എന്നറിയാൻ. ഇപ്പോൾ അതിനു പകരം വീഡിയോയിലൂടെ ഇതുപോലെ ചിത്രീകരിച്ച് ഇതുപോലൊരു ലുക്കും അപ്പിയറൻസും ഏറ്റെടുത്താൽ മികച്ചൊരു ഔട്ട്പുട്ട് കിട്ടും എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഈ വീഡിയോ മോഹൻലാലിലേക്കും എത്തിയാൽ മോഹൻലാലും ഇതുപോലൊരു മാറ്റം കൊണ്ടുവന്നാൽ മികച്ചതാകുമെന്ന് പ്രേക്ഷകർ അടിവരയിട്ട് പറയുകയാണ്. MT വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം സിനിമയെ കാണാനുള്ള വർഷങ്ങളായുള്ള കാത്തിരിപ്പിലാണ് മലയാളി പ്രേക്ഷകർ. MT എഴുതിയ തിരക്കഥ സിനിമയാക്കാൻ നിരവധി സംവിധായകർ ശ്രമിച്ചിരുന്നെങ്കിലും ചർച്ചകളെല്ലാം പാടി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. സിനിമ ഉടൻ ഉണ്ടാകുമെന്ന കഴിഞ്ഞ വർഷം MTയുടെ മകൾ അശ്വതി വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ മഹാഭാരതത്തിലെ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കുന്ന രണ്ടാം മൂഴം കന്നഡ താരം ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുമെന്നും അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആക്റ്റീവ് ഡിസ്കഷൻ ഇപ്പോൾ ഋഷഭ് ഷെട്ടിയുമായി നടക്കുന്നുണ്ടെന്നുമാണ് അഭ്യൂഹങ്ങൾ. ഭീമന്റെ വേഷത്തിൽ ഋഷഭ് തന്നെ എത്തുമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഭീമനായി മോഹൻലാലിനെ അല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാൻ പോലും ആവില്ലെന്നും ഇതിനോട് ആരാധകർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഭീമനായി മോഹൻലാലിനെ ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ സൈബർ എടുത്ത് കയ്യടി നേടുന്നത്. ഒരു പേജിലൂടെ മനോഹരമായ വീഡിയോ പുറത്തു വന്നിരിക്കുന്നതും DY പയനൻ എന്ന ഐഡിയിൽ വന്ന ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മോഹൻലാൽ ഭീമനായിൽ ഇങ്ങനെയിരിക്കും, ഇതുപോലെ മോഹൻലാൽ വന്നാൽ ഗംഭീരമാകും എന്നൊരു അഭിപ്രായം വന്നത്. ആരെയും അമ്പരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള വീഡിയോ ആണ് പുറത്തു വന്നത്. ഇത് സിനിമാ പ്രേമികൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നിരവധി ലൈക്കുകളും കമന്റുകളുമാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത്. ലാലേട്ടൻ അല്ലാതെ ഇനി വേറൊരാളെ ചിന്തിക്കാൻ കഴിയുമോ എന്നാണ് കമന്റ് ബോക്സിൽ ഒരാൾ ചോദിക്കുന്നത്. രണ്ടാം മൂഴം വായിച്ചപ്പോൾ മോഹൻലാലിനെ തന്നെ മനസ്സിൽ കണ്ടാണ് വായിച്ചത്. മറ്റൊരാളെ ആലോചിക്കാൻ പോലും അതിനുശേഷം പറ്റുന്നില്ല. ഇതാണ് MTയുടെ ഭീമൻ, വേറൊരാൾ ഇനിയില്ല തുടങ്ങിയ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്?